Hi students. Next നമുക്ക് പറയാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് എക്സ് ആൻഡ് വൈ 2 റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. മീൻസ് എന്താണ്, ആ ജോയിൻറ്റ് PDF-ൽ എന്താണ് ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് F1 ഓഫ് എക്സ് ആയിരിക്കും. അതേപോലെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്നത് F2 ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, കാരണം എക്സും വൈ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. എക്സും വൈ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ അത് എന്ന് വെച്ചാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു F1 ഓഫ് എക്സ്. അതുപോലെ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുന്നത് F2 ഓഫ് വൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, എഫ് ഓഫ് എക്സ് വൈനെ F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ എക്സും വൈയും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ട്, എഫ് ഓഫ് എക്സ് വൈ തന്നിട്ട് ജോയിൻറ്റ് PDF തന്നിട്ട് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് F1 ഓഫ് എക്സ് കാണാം, അതേപോലെ F2 ഓഫ് വൈയും കാണാം. ഇത് രണ്ടും സെപ്പറേറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യാം, ആ F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് വൈ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നോക്കുക അത് ഏതിന് ഈക്വൽ ആണ്. നമുക്ക് തന്ന ജോയിൻറ്റ് PDF അതായത് എഫ് ഓഫ് എക്സ് വൈന് ഈക്വൽ ആണ് എങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ് വൈ ഈസ് ഗിവൺ. അതായത് ജോയിൻറ്റ് PDF തന്നിട്ടുണ്ട്, റാൻഡം വേരിയബിൾ എക്സ് 1 2 3 വരുമ്പോൾ അതേപോലെ വൈ 1 2 വരുമ്പോൾ അത് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് ജോയിൻറ്റ് PDF. എക്സാമിൻ വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പം അത് നമ്മളിതിൽ എന്ത് ചെയ്യണം, മാർജിൻ PDF ഓഫ് F1 ഓഫ് എക്സ് കണ്ടുപിടിക്കണം. F1 ഓഫ് എക്സ് എന്നാൽ സിഗ്മ വൈ എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ F1 ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വൈ ആണ് അവിടെ വേരി ചെയ്യുന്നത്, എക്സ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പം 0.4 കിട്ടും. എക്സ് 2 ആകുമ്പോൾ അതേപോലെ കണ്ടുപിടിക്കുക, 0.3 കിട്ടും. എക്സ് 3 ആകുമ്പോൾ 0.3 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ മാർജിൻ പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് 1 2 3 വരുമ്പോൾ F1 ഓഫ് എക്സ് 0.4 0.3 0.3 ആണ്. ഇനി അതേപോലെ മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ വൈ കണ്ടുപിടിക്കണം, F2 ഓഫ് വൈ. അതായത് F2 ഓഫ് വൈ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ അവിടെ ആര് ഫിക്സഡ് ആണ്, വൈ ഫിക്സഡ് ആയിരിക്കും, എക്സ് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ വൈ 1 ആകുമ്പോൾ F2 വൈ എന്താണെന്ന് നോക്കാം. വൈ 1 ആകുമ്പോൾ F2 വൈ എന്ന് പറയുന്നത് 0.4, വൈ 2 ആകുമ്പോൾ F2 വൈ എന്ന് പറയുന്നത് 0.6. വൈ വേരി ചെയ്യുന്നത് 1 2 മാത്രമല്ലേ. അപ്പം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് വൈ 1 2 3 വരുമ്പോൾ F2 വൈ എന്ന് പറയുന്നത് 0.4 0.6 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, F1 ഓഫ് എക്സും F2 ഓഫ് വൈയും എഫ് ഓഫ് എക്സ് വൈന് ഈക്വൽ ആണോ നോക്കണം. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് കുറേ കേസസ് ഉണ്ട്. കുറേ കേസ് എന്നാൽ 1 1 1 2 2 1 2 2 3 1 3 3 2 അല്ലേ. അപ്പോൾ ഇതിൽ എല്ലാ കേസിലും F1 ഓഫ് എക്സ് F2 ഓഫ് വൈയും ഈക്വൽ ആണെന്ന് നോക്കാം. അതായത് നമ്മളവിടെ നോക്കേണ്ടത് വെൻ എക്സ് 1ഉം വൈ 1ഉം ആകുമ്പോൾ എഫ് ഓഫ് 1 1 എന്ന് പറയുന്നത് 0.1 ആണ്. നമ്മൾ ഇതിൽ നോക്കിയാൽ മതി, 0.1 അല്ല, 1 1 ആകുമ്പോൾ 0.1. ഇനി എക്സ് 1ഉം അതേപോലെ വൈ 1 ആകുമ്പോൾ F1 ഓഫ് എക്സും എന്താണെന്ന് നോക്കുക, F2 ഓഫ് വൈയും എന്താണെന്ന് നോക്കുക, എക്സ് 1ഉം വൈ 1ഉം ആകുമ്പോൾ. അപ്പം അതെന്താണ്, 0.4 ആണ്, 0.4 ആണ് അല്ലേ. F1 ഓഫ് 1 എന്ന് പറയുന്നത് F2 ഓഫ് 1 എന്ന് പറയുന്നത് 0.4. അവർ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് ഒരിക്കലും എന്തായില്ല, ആ 0.1ന് ഈക്വൽ അല്ല. അതുകൊണ്ട് എക്സും വൈയും എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസ് തന്നെ എന്തല്ല, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ബാക്കിയൊന്നും ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ കേസിലും അങ്ങനെ ഇതേപോലെ നോക്കണം. അതായത് എക്സ് 1 വൈ 1 കൊടുക്കുക, എക്സ് 1 വൈ 2 കൊടുക്കുക, എക്സ് 2 വൈ 2 കൊടുക്കുക, എക്സ് 3 വൈ 1 കൊടുക്കുക, എക്സ് 3 വൈ 2 കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത് ദ ജോയിൻറ്റ് PDF ഓഫ് എക്സ് വൈ ആസ് എഫ് ഓഫ് എക്സ് വൈ 1/4 എക്സ് വൈ ഇൻ റേഞ്ച് 1 1 1 2 1 2 1 2 2 ആണ്. എക്സാം വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് F1 ഓഫ് എക്സ് കണ്ടുപിടിക്കണം, ജോയിൻറ്റ് PDF. അപ്പോൾ എല്ലാ കേസിലും എന്താണ്, 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് 1 1 ആകുമ്പോൾ 1 2 ആകുമ്പോൾ 2 1 2 2 ആകുമ്പോൾ 1/4 ആണ്. അപ്പോൾ F1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് വേരി ചെയ്യുന്നത് F1 ഓഫ് എക്സ് പറയുമ്പോൾ വൈ വേരി ചെയ്യും, എക്സ് അവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പം എന്താണ്, എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് 1 1 1 2, എക്സ് 2 ആകുമ്പോൾ 2 1 2 2. എക്സ് ഇനി അടുത്തത് F2 2 അല്ലേ. വൈയുടെ കേസിൽ വൈ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് 1 1ഉം എഫ് ഓഫ്
2 1. അപ്പോൾ ഓരോന്നിൻ്റെ കേസിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് F1 of 1 എന്ന് പറയുന്നത് 1/2, F1 of 2 എന്ന് പറയുന്നത് 1/2, F2 of 1 എന്ന് പറയുന്നത് 1/2, F2 of 2 എന്ന് പറയുന്നത് 1/2 ആണ്. എല്ലാം 1/2 ആണ്. ഇനി f of x y 1/4 ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫോർ ഓൾ x1 1ഉം 2ഉം അതുപോലെ y 1 2 ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരു കേസ് എടുക്കുക. ഏതെങ്കിലും ഒരു കേസ് എന്ന് പറഞ്ഞാൽ 1 1 വരുന്ന കേസ് എടുത്ത് നോക്കുക. 1 1 വരുന്ന കേസിൽ എന്താണ്, എഫ് ഓഫ് എക്സ് 1/4 ആണല്ലോ. അപ്പം F1 of x ഉം F2 of x വൈയും നോക്കാം. 1 1 വരുന്ന കേസിൽ 1/2 ആണ്, 1/2 അത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് 1/4 ആണല്ലോ. അപ്പോൾ ഏതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്തായിരിക്കും 1/4 ആയിരിക്കും. അതുകൊണ്ട് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് പറയാം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പ്രോബ്ലം. The joint PMF of x and y is given by f of xy is equal to xy square divided by 30. X is equal to 1 2 3, y is equal to 1 2. Find the marginal PMF of x and y. Examine whether x and y are independent. Also, probability distribution z is equal to x plus y. Conditional distribution of z given x is equal to 2. Okay. മാർജിനൽ ഡിസ്ട്രിബ്യൂഷനെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ തന്നെ അപ്പോൾ F1 of xും F2 of yയും കണ്ടുപിടിക്കണം. ഓക്കെ, F1 of x എന്ന് പറയുമ്പം y വാരി ചെയ്യുക, എക്സ് അവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 5x ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് F1 of x എന്ന് പറയുന്നത് x/6 എന്ന് കിട്ടും. അതേപോലെ F2 of y കണ്ടുപിടിക്കുക. F2 of y എന്ന് പറയുന്നത് y സ്ക്വയർ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് x/y² ഡിവൈഡ് ബൈ 30. അപ്പോൾ അതിനെ x/6 ഇൻറ്റു y² / 5. അതായത് F1 of x എന്താണ്, F1 of x x/6 അല്ലേ, x/6. F2 of y എന്ന് പറയുന്നത് y² / 5. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്ക്, അത് ഏതിന് ഈക്വലാണ്, എഫ് ഓഫ് എക്സ് വൈന് ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് എക്സ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞത് മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് z is equal to x plus y കണ്ടുപിടിക്കാനാണ്. അല്ല, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ്. അപ്പോൾ z എന്ന് പറയുമ്പോൾ x plus y ആണ്. അപ്പോൾ എക്സും വൈയും വരുന്നത് ഏതൊക്കെ കേസാണ്, 1 1 1 2 2 1 2 2 3 1 3 2. ഓക്കെ, അപ്പോൾ ഈ 1 1 1 2 2 1 2 2 3 1 3 2 ഈ 6 കേസിലും സെറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. സെറ്റിൻ്റെ വാല്യൂ ഏതൊക്കെയാണ് വരിക, 2 3 4 5 ആണ്. ഓക്കെ, അപ്പം അവിടെ റിപ്പീറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലേ, കാരണം നമ്മൾ 1 1 കൊടുക്കുമ്പം സെറ്റിൻ്റെ വാല്യൂ 2, ഇനി 1 2 കൊടുക്കുമ്പോൾ സെറ്റിൻ്റെ വാല്യൂ 3, ഇനി 2 1 കൊടുക്കുമ്പോൾ സെറ്റിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 2 പ്രാവശ്യം വേണ്ട, ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2 3 4 ആണ്. അപ്പോൾ Z2 ആണെങ്കിൽ ഏതെങ്കിലും കേസാണ് ഇതിൽ 1 1 മാത്രം x 1 y 1 ആയിരിക്കണമല്ലോ. അപ്പം x 1 y 1 വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, എക്സിലെ ഇടത്തിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വൈയിൽ എക്സിലെ ഇടത്തിൽ 1 കൊടുക്കുക, വൈയിലെ ഇടത്തിൽ 1 കൊടുക്കുക, 1/30 കിട്ടും. ഇനി z is equal to 3 അടുത്ത് z is equal to 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസ് വരാം, x 1 y 2 ആകുമ്പോൾ വരാം. ഇനി x 2 y 1 ആകുമ്പം z is equal to 3 വരാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയിൽ എക്സിന് 1ഉം വൈക്ക് 2 കൊടുക്കുക, പ്ലസ് എക്സിന് 2 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ 6/30 കിട്ടും. ഇനി z is equal to 4 എന്ന് പറയുമ്പോൾ അതേപോലെ നോക്കുക, 2 2 വരാം, 3 1 വരാം. ഓക്കെ, അപ്പോൾ 11/30 കിട്ടും. അപ്പം z is equal to 5 എന്ന് പറയുമ്പോൾ x 3ഉം y 2 വരുന്ന കേസ് മാത്രമേ 5 വരുള്ളൂ. ഓക്കെ, അപ്പം 12/30 കിട്ടും. അപ്പം ദ പ്രോബബിലിറ്റി ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, z is equal to 2 3 4 5 ആണ്. അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് z എന്ന് പറയുന്നത് 1/30 6/30 11/30 12/30. ഓക്കെ, ഇതിനടുത്ത് ദ ഫൈൻഡ് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് z given x is equal to 2 കണ്ടുപിടിക്കണം. z given x is equal to 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് z x is equal to 2 ഡിവൈഡ് ബൈ പി ഓഫ് x is equal to 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പി ഓഫ് x is equal to 2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ F1 of x കണ്ടുപിടിക്കണം. അതിലൊരു F1 of x x/6 ആണ് നമുക്ക് മേലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് x is equal to 2 എന്ന് പറയുമ്പോൾ 2/6 ആയിരിക്കും. അപ്പം സെറ്റിന് പോസിബിൾ വാല്യൂ 2 3 4 5 ആണല്ലോ. അപ്പം എഫ് ഓഫ് z is equal to 2 ഗിവൺ x is equal to 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് z is equal to x is equal to 2 ആണ് വരാം. ഓക്കെ, അപ്പോൾ z എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് z അതിൻ്റെ ജോയിൻറ്റ് PDF നമ്മുടെ കയ്യിലില്ല, അതായത് z എക്സിൻ്റെ ജോയിൻറ്റ് PDF ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ ഏതിലേക്ക് മാറ്റണം, എക്സ് വൈയിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ എക്സ് വൈയിലേക്ക് മാറ്റാൻ എന്താ വഴിയെന്ന് വെച്ചാൽ z is equal to 2 എന്നാണ്, കാരണം x plus y is equal to 2 ആണ്.
ഓക്കെ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 വരണമെങ്കിൽ അവിടെ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? സെഡ് എക്സ് ഇസ് ഈക്വൽ ടു ഇല്ലേ, ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതിൽ ഈ പേജിൽ ലാസ്റ്റ് ലൈൻ നോക്ക്, ഈ പേജിൽ ലാസ്റ്റ് ലൈന് ഇഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. നമുക്ക് ഫസ്റ്റ് സെഡിന് വരുന്ന വാല്യൂ 2 ആണ്. അപ്പം ഗിവൺ കണ്ടീഷൻ എക്സ് ഇസ് ഈക്വൽ 2 ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം എക്സ് 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ് 2 കിട്ടണമെങ്കിൽ വൈ എന്തായിരിക്കണം? അവിടെ 0 ആയിരിക്കണമല്ലോ. അപ്പം എഫ് ഓഫ് വൈ ഈക്വൽ 0 എക്സ് ഈക്വൽ 2. ഓക്കെ. അപ്പം വൈ ഈക്വൽ 0 എക്സ് ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പോസിബിൾ വാല്യൂ വൈക്ക് 0 വരുന്ന കേസ് ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ വൈക്ക് 1 ഉം 2 ആണ് വരുന്നത്. അപ്പോൾ അത് 0 ആണ്, പ്രോബിലിറ്റി വരും. ഓക്കെ. ഇനി അടുത്ത് സെഡ് ഈക്വൽ 3 ഗിവൺ എക്സ് ഈക്വൽ 2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ 3. സെഡ് തന്നെ എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ 3. എക്സ് പ്ലസ് വൈ ഈക്വൽ 3 വരണമെങ്കിൽ വൈ എന്തായിരിക്കണം അവിടെ? കാരണം എക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഗിവൺ 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ 3 ആവണമെങ്കിൽ വൈ അവിടെ എന്തായിരിക്കണം? 1 ആയിരിക്കണമല്ലോ. അപ്പം എഫ് ഓഫ് വൈ ഈക്വൽ 1 എക്സ് ഈക്വൽ 2 നോക്കാം. 2/30 എഫ് എക്സ് ഈക്വൽ 2 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ട് 2/6 ആണ്. അപ്പോൾ 6/30 കിട്ടും. ഇനി സെഡ് ഈക്വൽ 4 ഗിവൺ എക്സ് ഈക്വൽ 2 എന്ന് പറയുമ്പോൾ സെഡ് ഈക്വൽ 4 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ 4 ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ 4 ആവണമെങ്കിൽ അവിടെ വൈക്ക് എന്തായിരിക്കണം? 2 കിട്ടണം. കാരണം എന്താ? സെഡ് എക്സ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 2 ആണെന്നുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് വൈ 4 കിട്ടണമെങ്കിൽ വൈ ഈക്വൽ 2 ആയിരിക്കണം. ഓക്കെ. 8/13 ആണ് എഫ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ 2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. അതിൽ കൊടുത്ത് നോക്കിയാൽ മതി. അപ്പം അടുത്ത കേസിൽ നമുക്ക് 24/30 കിട്ടി. ഇനി സെഡ് ഈക്വൽ 5 എന്ന് പറയണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ 5 ആണ്. എക്സ് ഓൾറെഡി 2 ആണ്. അപ്പം എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ വൈ എന്തായിരിക്കണം? 3 കിട്ടണം. ഓക്കെ. അപ്പം വൈ ഈക്വൽ 3 എക്സ് ഈക്വൽ 2. അപ്പോൾ എന്താണ്? അത് പോസിബിൾ അല്ല. കാരണം വൈ 3 വരുന്നില്ല, വൈ 1 ഉം 2 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 0 ആണ്. ഓക്കെ. അപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സെഡ് ഗിവൺ എക്സ് ഈക്വൽ 2 എന്ന് പറയുന്നത് സെഡിൻ്റെ വാല്യൂ 2, 3, 4, 5 ആണ്. എഫ് ഓഫ് സെഡ് ഗിവൺ എക്സ് ഈക്വൽ 2 എന്നുള്ളത് 0. 6/30 24/30 0. ഓക്കെ. അതിനടുത്തത് ദ 2 റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഹാവ് ജോയിൻറ്റ് PDF. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ 2 - x - y. 0 ലെസ് ആൻ എക്സ് ലെസ് ആൻ 1, 0 ലെസ് ആൻ വൈ ലെസ് ആൻ ഈക്വൽ ടു 1, 0 അതർവൈസ്. ഫൈൻഡ് എഫ് 1 ഓഫ് എക്സ്, എഫ് 2 വൈ. രണ്ടാമത്തെ ക്വസ്റ്റൻ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ, എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ എക്സ്. ടെസ്റ്റ് വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ. അപ്പോൾ അതിൽ എഫ് 1 ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഇൻ്റഗ്രൽ വൈ എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവിടെ വേരി ചെയ്യുന്നത് വൈ ആണ്. വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്ക് എഫ് 1 ഓഫ് എക്സ് കിട്ടും. അതേപോലെ എഫ് 2 ഓഫ് വൈയും കിട്ടും. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റൻ ഓക്കെ. തന്ന റേഞ്ച് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് എഫ് 2 വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എഫ് 2 വൈ നമ്മൾ മേലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ. എക്സിൻ്റെ റേഞ്ച് അവിടെ കൊടുത്താൽ മതി. ഇനി എഫ് ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ എഫ് 1 ഓഫ് എക്സ് ആണ്. അത് രണ്ടും മേലുണ്ട്. ഓക്കെ. വൈയുടെ റേഞ്ച് കൊടുത്താൽ മതി. ഓക്കെ. ഇതിനടുത്ത് എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് 1 ഓഫ് എക്സിൻ്റെ എഫ് 2 വൈ നോക്കാം. എഫ് 1 ഓഫ് എക്സിൻ്റെ എഫ് 2 ഓഫ് വൈ എന്ന് പറയുന്നത് എന്തല്ല? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ അല്ല. അതുകൊണ്ട് എക്സും വൈ ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപെൻഡഡ് വേരിയബിളാണ്. ഓക്കെ. അടുത്തത് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു കെ x1 സ്ക്വയർ കെ x2 സ്ക്വയർ 0 ലെസ് ദാൻ x1 ലെസ് ദാൻ x2 ലെസ് ദാൻ 1 is the joint PDF of x and y. Find k, the partial distribution of x1 and x2. The test for independent of x1 and x2. ഓക്കെ. ഇവിടെ നമുക്ക് ജോയിൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. അതായത് 0 ലെസ് ദാൻ x1 ലെസ് ദാൻ x2 ലെസ് ദാൻ 1 ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അതിൻ്റെ കേസിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കണമെങ്കിൽ അതായത് ഫസ്റ്റിലത്തെ റേഞ്ച് 0 to 1 കൊടുക്കും. അടുത്തത് എന്താണ്? x2ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് x1 മുതൽ 1 വരെയാണ്. ഓക്കെ. അത് കൊടുക്കുക. അപ്പം നമുക്ക് കെയുടെ വാല്യൂ എന്ത് കിട്ടും? 18 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വെൻ കൺസിഡറിങ് ദി 2 വേരിയബിൾസ് x1 and x2, the range of the variable x2 is x1 to 1 ആണ്. x1 to 1 ആണ്. കാരണം x2ൻ്റെ റേഞ്ച് വരുന്നത് x1 മുതൽ 1 വരെയാണ്. ഓക്കെ. അപ്പോൾ എഫ് 1 ഓഫ് എക്സ് എന്ന് പറയുന്നത് x1 മുതൽ 1 വരെ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് മേലെ തന്നിട്ടുണ്ട്. അതിൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എഫ് 1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 6x സ്ക്വയർ ഇൻറ്റു 6x1 സ്ക്വയർ ഇൻറ്റു 1 - x1 ക്യൂബ്. ഓക്കെ. ഇനി റേഞ്ച് ഓഫ് x2 എന്ന് പറയുന്നത് 0 മുതൽ x2 വരെയാണ്. അല്ല, x1 എന്ന് പറയുന്നത് 0 മുതൽ x2 വരെയാണ്. അപ്പോൾ എഫ് 2 ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 to x2 18x1 സ്ക്വയർ x2 സ്ക്വയർ. ഓക്കെ. 0 to x2 ആണ് കൊടുക്കേണ്ടത്. റേഞ്ച് ഇവിടെ നോക്കിയാൽ മതി നമുക്ക് തന്നത് ക്വസ്റ്റനിൽ. ഓക്കെ. അപ്പം എഫ് 2 ഓഫ് x2 എന്ന് പറയുന്നത് എന്താണ്? 6x2 raised to 5 വരും. 0 ലെസ് ദാൻ x2 ലെസ് ദാൻ 1 കൊടുക്കണം. ഓക്കെ.
അപ്പം X1 ഓഫ് എക്സും F2 ഓഫ് ഇൻഡിപെൻഡൻ്റ് ആണ് ചെക്ക് ചെയ്യാൻ എന്തായത് F1 ഓഫ് എക്സിൻ്റെ F2 ഓഫ് പ്രോഡക്റ്റ് ചെയ്താൽ മതി. F ഓഫ് എക്സ് ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് F ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/8 × 6 - x - 5 0 ലെസ് ദാൻ x ലെസ് ദാൻ 2 2 ലെസ് ദാൻ y ലെസ് ദാൻ 4 ഈസ് ദി ജോയിൻറ്റ് PDF ഓഫ് x ആൻഡ് y. ഫൈൻഡ് P ഓഫ് x ലെസ് ദാൻ ഇൻ്റർസെക്ഷൻ y ലെസ് ദാൻ 3 P of x plus 5 ലെസ് ദാൻ 3 P of x ലെസ് ദാൻ 1 ഗിവൺ y ലെസ് ദാൻ 3. P of x ലെസ് ദാൻ 1 ഇൻ്റർസെക്ഷൻ y ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലെസ് ദാൻ 1 ആയി, അത് 0 to 1 വരെ. y ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ വൈയുടെ റേഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലല്ലേ. ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെ. ഓക്കെ, ബാക്കി F ഓഫ് എക്സ് കൊടുത്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് 3/18 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x പ്ലസ് 5 ലെസ് ദാൻ 3. x പ്ലസ് 5 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ x 0 to 1 ആകുമ്പോൾ y എന്തായിരിക്കണം? 3 - x ആയിരിക്കണമല്ലോ. ഓക്കെ, വൈയുടെ റേഞ്ച് 3 - 1 x ആയിരിക്കണം. അപ്പോൾ 2 മുതൽ ഏത് വരെ വരും? വൈയുടെ റേഞ്ച് 3 - x വരെ വരും. ഓക്കെ, ബാക്കി F ഓഫ് എക്സ് വൈ ചെയ്താൽ മതി. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഏതിൽ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം വിത്ത് റെസ്പെക്ട് എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 10/48 എന്ന് കിട്ടും. ഇനി P of x ലെസ് ദാൻ 1 y ഗിവൺ y ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ P of x ലെസ് ദാൻ 1 y ലെസ് ദാൻ 3 ഡിവൈഡ് ബൈ P of y ലെസ് ദാൻ 3. അപ്പോൾ F2 of y ആദ്യം കണ്ടുപിടിക്കണം. F2 of y എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/8 × 10 - 2y എന്ന് കിട്ടും. ഓക്കെ, ഇനി P of y ലെസ് ദാൻ 3 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പം വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 2 മുതൽ 4 വരെയാണ്, പക്ഷേ ലെസ് ദാൻ 3 വരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 മുതൽ 3 വരെ F2 of y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 5/8 കിട്ടും. അതുകൊണ്ട് തന്നെ F of x ലെസ് ദാൻ y ഗിവൺ y ലെസ് ദാൻ 3 എന്ന് പറയുന്നത് അതായത് P of x ലെസ് ദാൻ 1 y ലെസ് ദാൻ 3 ഡിവൈഡ് ബൈ P of y ലെസ് ദാൻ 3 ആണ്. അപ്പം P of x ലെസ് ദാൻ 1 y ലെസ് ദാൻ 3 എന്ന് പറയുന്നത് നമ്മൾ മേലെ കണ്ടുപിടിച്ചിട്ട് 3/8 എന്ന് കിട്ടും. അതുപോലെ P of y ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 5/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 ആയിരിക്കും. ഓക്കെ.